ഹായ് മക്കളെ, തെർമോഡൈനാമിക്സ് എന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ക്വസ്റ്റ്യൻസ് പഠിച്ചോ. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആവണമെങ്കിൽ CM അക്കാഡമിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഫ്രീ മെറ്റീരിയൽ എന്ന ഭാഗത്ത് നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. +2 സയൻസ് ട്യൂഷനിൽ CM അക്കാഡമിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 399 രൂപയ്ക്ക് എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള 1 ഇയർ കംപ്ലീറ്റ്ലി നിങ്ങളെ ഫോളോ ചെയ്തുകൊണ്ടുള്ള ഒരു കിഡിലൻ പ്രോഗ്രാമാണ് ഞങ്ങളുടേത്. ഡിസംബർ ആകുമ്പോഴേക്ക് പോർഷൻസ് തീർത്ത് പിന്നെ ഫുൾ റിവിഷനും നടത്തി അടിപൊളിയായിട്ട് പ്രാക്ടിക്കലും ഒക്കെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ടൈമും കിട്ടിയിട്ട് അടിപൊളിയായി പെർഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് കൂടുതലൊന്നും ആലോചിക്കാനൊന്നുമില്ല. ഒരു മാസം 399 രൂപയേ ഉള്ളൂ. കേരളത്തിൽ മറ്റൊരു പ്ലാറ്റ്ഫോമിനും തരാൻ പറ്റാത്ത കിഡിലൻ സർവീസ് ഞങ്ങൾ നിങ്ങൾക്ക് തരും. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 500 പേർക്കാണ് സീറ്റ് ഉണ്ടാവുക. പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കാൻ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ. എടാ മോനെ, സം പ്രോപ്പർട്ടീസ് ആർ സ്റ്റേറ്റ് ഫംഗ്ഷൻസ് അറിയാം. Q ആൻഡ് W ആർ നോട്ട് സ്റ്റേറ്റ് ഫംഗ്ഷൻ, ബട്ട് Q+W ഈസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ. എന്തുകൊണ്ട്? അത് സിമ്പിളാണ്. Q എന്ന് പറഞ്ഞാൽ ആരാ? ഹീറ്റാണ്. W എന്ന് പറഞ്ഞാൽ ആരാണ്? വർക്കാണ്. അവർ സ്റ്റേറ്റ് ഫംഗ്ഷൻ അല്ല. എന്തുകൊണ്ടാണ്? Q ആൻഡ് W അതിൻ്റെ പാത്ത് ഫോളോവുഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട്. Q ആൻഡ് W എന്ന് പറഞ്ഞാൽ വർക്കും ഹീറ്റും അതിൻ്റെ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് അവർ സ്റ്റേറ്റ് ഫംഗ്ഷൻ അല്ല. അവരെ നമ്മൾ പാത്ത് ഫംഗ്ഷൻ എന്നാണ് പേര് വിളിക്കുക. അപ്പോൾ പാത്ത് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ആരാ? ഇനീഷ്യൽ സ്റ്റേറ്റ് അതുപോലെ ഫൈനൽ സ്റ്റേറ്റ് ആൻഡ് പാത്ത് ഫോളോഡ്, ഇത് മൂന്നിനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ് പാത്ത് ഫംഗ്ഷൻ. അതിൽ ഇനീഷ്യൽ സ്റ്റേറ്റ് ഫൈനൽ സ്റ്റേറ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് സ്റ്റേറ്റ് ഫംഗ്ഷൻ. അപ്പോൾ QW എന്തുകൊണ്ട് സ്റ്റേറ്റ് ഫംഗ്ഷൻ അല്ല? അതിൻ്റെ പാത്തിനെ ഫോളോ ചെയ്യുന്നത് കൊണ്ട്. ബട്ട് Q+W എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പ്രകാരം നിങ്ങൾക്കറിയാം Q+W എന്ന് പറഞ്ഞാൽ ΔU ആണ്, ഇൻറ്റേർണൽ എനർജിയാണ്. ഇൻറ്റേർണൽ എനർജി അതിൻ്റെ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് അയാളൊരു സ്റ്റേറ്റ് ഫംഗ്ഷനാണ്. സ്റ്റേറ്റ് ഹെസസ് ലോ ഓഫ് കോൺസ്റ്റൻറ്റ് ഹീറ്റ് സമ്മേഷൻ, വെരി 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 ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ. ഒരു ക്വസ്റ്റ്യനാണ്. ഹെസസ് ലോ പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കും. ഒരു കെമിക്കൽ റിയാക്ഷൻ സിംഗിൾ സ്റ്റെപ്പിൽ നടന്നാലും ഒരുപാട് സ്റ്റെപ്പുകളിലൂടെ നടന്നാലും അതിൻ്റെ എൻതാൽപ്പി ചേഞ്ച് കോൺസ്റ്റൻ്റ് ആണ്. ഇത്രയേ ഉള്ളൂ. എൻതാൽപ്പി ചേഞ്ച് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ഈസ് കോൺസ്റ്റൻറ്റ് വെദർ ദി റിയാക്ഷൻ ടേക്ക് പ്ലേസ് ഇൻ സിംഗിൾ സ്റ്റെപ്പ് ഓർ മൾട്ടി സ്റ്റെപ്പ്. കഴിഞ്ഞു. ഒന്ന് എഴുതിയെടുത്തേ, അറിയാത്തവരെ എഴുതിയെടുത്തോ. എൻതാൽപ്പി ചേഞ്ച് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ഈസ് കോൺസ്റ്റൻറ്റ് വെദർ ദി റിയാക്ഷൻ ടേക്ക് പ്ലേസ് ഇൻ എ സിംഗിൾ സ്റ്റെപ്പ് ഓർ മൾട്ടി സ്റ്റെപ്പ്. എടാ, ഇതുമായി ബന്ധപ്പെട്ട വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങളിങ്ങനെ കണ്ടിട്ടുണ്ടാവും പല ഭാഗത്ത്. അത് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ആ ക്വസ്റ്റ്യൻ മാത്രം ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഞാൻ തരുന്നുണ്ട്, മറക്കാതെ കാണുക. എടാ, വാട്ട് ഡു യു മീൻ ബൈ ഐസൊലേറ്റഡ് സിസ്റ്റം? 3 ടൈപ്പ് സിസ്റ്റം എന്ന് പറഞ്ഞേ. ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം. ഇതായി ഞാൻ ഷോർട്ടാക്കിയിട്ട് എഴുതി. ഓപ്പൺ, ക്ലോസ്ഡ്, ഐസൊലേറ്റഡ്. എന്താണ് ഓപ്പൺ? എനർജിയുടെയും മാറ്ററിൻ്റെയും എക്സ്ചേഞ്ച് പോസിബിൾ ആണ് എന്നുള്ളവരാണ് ഓപ്പൺ സിസ്റ്റം. എനർജിയും മാറ്ററും എക്സ്ചേഞ്ച് പോസിബിൾ ആണ്. എനർജിയുടെ എക്സ്ചേഞ്ച് പോസിബിൾ ആണ്, മാറ്ററിൻ്റെ എക്സ്ചേഞ്ച് പോസിബിൾ അല്ല എങ്കിൽ ക്ലോസ്ഡ് സിസ്റ്റം. ഐസൊലേറ്റഡ് സിസ്റ്റം എനർജിയുടെയും മാറ്ററിൻ്റെയും എക്സ്ചേഞ്ച് പോസിബിൾ അല്ല. രണ്ടും നടക്കാത്തതാണ് ഐസൊലേറ്റഡ് സിസ്റ്റം. വാട്ട് ഡു യു മീൻ ബൈ ഐസൊലേറ്റഡ് സിസ്റ്റം? എ സിസ്റ്റം ഇൻ വിച്ച് എക്സ്ചേഞ്ച് ഓഫ് എനർജി ആൻഡ് മാറ്റർ ആർ നോട്ട് പോസിബിൾ. ഗിവ് ആൻ എക്സാമ്പിൾ. ഐസൊലേറ്റഡ് സിസ്റ്റത്തിന് വളരെ ഫേമസ് ആയിട്ടുള്ള എക്സാമ്പിളാണ് തെർമോ ഫ്ലാസ്ക്, വീട്ടിലൊക്കെ ഉള്ള ഫ്ലാസ്ക്. ഓപ്പൺ സിസ്റ്റത്തിന് എക്സാമ്പിൾ ഓപ്പൺ വെസൽ. ക്ലോസ്ഡ് സിസ്റ്റത്തിന് എക്സാമ്പിൾ ക്ലോസ്ഡ് വെസൽ. അങ്ങനെ പറഞ്ഞാൽ മതി കേട്ടോ. ഐസൊലേറ്റഡ് സിസ്റ്റത്തിന് എക്സാമ്പിൾ തെർമോ ഫ്ലാസ്ക്. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഇൻറ്റൻസീവ് ആൻഡ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ്. എടാ, ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് ഓൺ, ഓർക്കാൻ എളുപ്പമാണ്, ഇൻഡിപെൻഡൻറ്റ് ഓൺ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. സബ്സ്റ്റൻസിൻ്റെ എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യാത്തവരാണ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടി, ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി പറഞ്ഞുതരാം. ഡെൻസിറ്റി, ടെമ്പറേച്ചർ, മോളാർ മാസ്, മോളാർ ഹീറ്റ് കപ്പാസിറ്റി, മോളാർ വോളിയം. മോളാർ എന്നൊരു വാക്കുണ്ടോ അയാൾ ഇൻറ്റൻസീവ് ആണ്. അപ്പോൾ എക്സ്റ്റെൻസീവ് എന്താ? ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പറയാൻ പഠിക്കണേ. പ്രോപ്പർട്ടി വിച്ച് ഡിപ്പെൻഡ് ഓൺ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. ഇതിലെ മോളാറൊക്കെ ഊരിയെടുക്ക്. മാസ്, വോളിയം, ഹീറ്റ് കപ്പാസിറ്റി കണ്ടോ, ഇവരൊക്കെ ഇൻറ്റൻസീവ് ആണ്. അതുപോലെ ഇൻറ്റേർണൽ എനർജി, യു എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ എനർജി, അവരൊക്കെ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. ഹൗ ഈസ് റിലേറ്റഡ് ടു എൻതാൽപ്പി ആൻഡ് എൻട്രോപ്പി ഓഫ് എ സിസ്റ്റം? ആര്? സ്പോണ്ടേനിറ്റി ഓഫ് പ്രോസസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഗിബ്സ് എനർജി. ഓക്കെ, ഗിബ്സ് എനർജിയും എൻതാൽപ്പി എൻട്രോപ്പി എങ്ങനെയാണ് ബന്ധം? അഥവാ ഗിബ്സ് എനർജിയുടെ ഇക്വേഷൻ ΔG is equal to ΔH minus T ΔS. ഈ ഇക്വേഷനാണ് അവിടെ ചോദിച്ചേക്കുന്നത്. ഹൗ ഇറ്റ് ഈസ് യൂസ്ഫുൾ പ്രെഡിക്റ്റിംഗ് ഫീസിബിലിറ്റി ഓഫ് എ പ്രോസസ്? എടാ, ΔG
ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എച്ച് ചെയ്താൽ കിട്ടും. ആ കിട്ടുന്ന വാല്യൂ ഒന്നിരിക്കൽ നെഗറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ 0 ആയിരിക്കും. ഉറപ്പല്ലേ? ഏത് ഒരു ഇക്വേഷൻ ചെയ്താലും ഒന്നിരിക്കൽ നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് 0 കിട്ടും. ഡെൽറ്റ ജിയുടെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ ദാറ്റ് റിയാക്ഷൻ ഈസ് സ്പോണ്ടേനിയസ് ആണ് എന്ന് പറഞ്ഞാൽ ആ റിയാക്ഷൻ പെട്ടെന്ന് നടക്കും, ഫീസിബിൾ ആണ്. പോസിറ്റീവ് ആണെങ്കിൽ ദാറ്റ് ഈസ് നോൺ സ്പോണ്ടേനിയസ് ആണ്, ആ റിയാക്ഷൻ ഫീസിബിൾ അല്ല എന്നാണ് അർത്ഥം. 0 ആണെങ്കിൽ ആ റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിലാണ് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ സ്പോണ്ടേനിറ്റി അല്ലെങ്കിൽ ഫീസിബിലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ. എടാ, റിവേഴ്സിബിൾ ഐസോതെർമൽ എക്സ്പാൻഷൻ്റെ വർക്ക് കാണാനാണ് പറയണേ. റിവേഴ്സിബിൾ ആണെങ്കിൽ -2.303 nRT ലോഗ് വി ഫൈനൽ ഡിവൈഡഡ് ബൈ വി ഇനീഷ്യൽ, ഇതാണ് ഇക്വേഷൻ. റിവേഴ്സിബിൾ ആണെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇറിവേഴ്സിബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -p ΔV, ഇതാണ് ഇക്വേഷൻ. ഇവിടെ റിവേഴ്സിബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ ഇക്വേഷൻ. ഇനി നിങ്ങൾക്കാണ് പണി. -2.303 n നമ്പർ ഓഫ് മോൾ ഇവിടെ തന്നിട്ടുണ്ട് 1, R ഇവിടെ തന്നിട്ടില്ല, അറിയണം. 8.2 × 10⁻⁻², ആറിൻ്റെ വാല്യൂ. ആറിന് പല വാല്യൂ ഉണ്ട്, ഇവിടെ യൂസ് ചെയ്യേണ്ട വാല്യൂ ആണ് ഞാൻ പറഞ്ഞത് 8.2 × 10⁻². ടി ടെമ്പറേച്ചർ തന്നിട്ടുണ്ടാവും, തരാതെ പറ്റൂല. അതാ 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ അതിലേക്കൊരു 273 കൂടി ആഡ് ചെയ്തിട്ട് കെൽവിൻ ആക്കിയിട്ട് പറയുമ്പോൾ 300 എന്നാവും. കെൽവിനിലുള്ള വാല്യൂ എടുക്കാൻ പാടുള്ളൂ. ഇൻറ്റു ലോഗ് വി ഫൈനൽ വോളിയം 20 ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ വോളിയം 10, എല്ലാം തന്നു. ഇനി നേരെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്താ, log 2 എന്നായി മാറും. log 2ൻ്റെ വാല്യൂ 0.3 എന്നാകും. എന്നിട്ട് ഇങ്ങനെ കാൽക്കുലേറ്ററിൽ ഇന്ന് ഞെക്കുക. സ്റ്റേറ്റ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് മസ്റ്റ് ട്രൈ ഐറ്റം ആണ്, ബൺ മസ്ക ടൈപ്പ് ആണ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും അതിൻ്റെ ഇക്വേഷനും നിങ്ങൾ അറിയണം. ഇതാണ് ഇക്വേഷൻ, അതാദ്യം ഞാൻ തന്നെ പറഞ്ഞുതരാം. ആദ്യം തന്നെ ഇക്വേഷൻ പഠിക്കുക. ഡെൽറ്റ ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യൂ. മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഓഫ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് ചോദിച്ചാൽ ഡെൽറ്റ ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യൂ. ഡയലോഗ് ചോദിച്ചാൽ 2 ഡയലോഗ് എഴുതൽ ഫറലാണ്, നിർബന്ധമായി 2 ഡയലോഗ് എഴുതണേ. ഒന്ന്, എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. അറിയാത്തവർ എഴുതിക്കോട്ടോ. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്, അതും എഴുതണം. അതിൻ്റെ കൂടെ തന്നെ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ പോരാ മോനെ, 2 എഴുതണം. രണ്ടാമത്തത്, ടോട്ടൽ എനർജി ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് കോൺസ്റ്റൻറ്റ്. എഴുതിയിട്ട് പഠിക്കുക. എന്താ പറഞ്ഞത്? ടോട്ടൽ എനർജി ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് കോൺസ്റ്റൻറ്റ്. ടോട്ടൽ എനർജി ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് കോൺസ്റ്റൻറ്റ്. എന്നിട്ട് അതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചതെങ്കിൽ പോലും ദയവ് ചെയ്ത് അതിൻ്റെ ഇക്വേഷനും കൂടി കൂടെ ഒന്ന് എഴുതി കൊടുക്കുക. വിവരം ഉണ്ടെന്നൊക്കെ കരുതട്ടെ. ഡെൽറ്റ ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യൂ. എൻതാൽപ്പി ആൻഡ് എൻട്രോപ്പി ചേഞ്ചസ് ഓഫ് എ റിയാക്ഷൻ തന്നിട്ടുണ്ട്. പ്രഡിക്ട് ദി ഫീസിബിലിറ്റി. എടാ, ഫീസിബിലിറ്റി ചോദിച്ചാൽ ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ റിലേറ്റഡ് വിത്ത് ഗിബ്സ് എനർജി ഡെൽറ്റ ജി. എങ്ങനെ കാണുക? ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡെൽറ്റ എച്ച് ഇവിടെ തന്നിട്ടുണ്ട്, എൻതാൽപ്പി ചേഞ്ച് തന്നിട്ടുണ്ട് 40.63. കുഞ്ഞെ നോക്കടാ, ഒരു ട്വിസ്റ്റ് ഉണ്ടായില്ലേ? കിലോ ജൂളാണ്, ജൂളല്ല കിലോ ജൂളാണ്. അപ്പോൾ അതിനെ ജൂളിലേക്ക് മാറ്റാൻ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അപ്പോൾ 40,630 എന്നായി. മൈനസ് ടി 27 ഡിഗ്രി സെൽഷ്യസാണ്, അപ്പോൾ 300 കെൽവിനായി. ഇൻറ്റു ഡെൽറ്റ എസ് 108 ജൂളാ, കിലോ ജൂളല്ല, ജൂൾ പെർ കെൽവിൻ പെർ മോൾ. സോ അത് 108.8 തന്നെ എടുക്കുക. എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എടാ, 300 × 108 എത്ര ഉണ്ടാവും? ഒരു 32,000 ഉണ്ടാവും. 40,630 മൈനസ് 32,000, 32,000 സംതിങ് എന്തോ ഉണ്ടാവും. എടാ, വലിയ വാല്യൂവിൽ നിന്ന് ചെറിയ വാല്യൂ അല്ലേ മൈനസ് ചെയ്യുന്നത്? ഫൈനൽ വാല്യൂ വിൽ ബി പോസിറ്റീവ്. ഡെൽറ്റ ജി പോസിറ്റീവ് ആണ്. ദെർഫോർ ദിസ് റിയാക്ഷൻ ഈസ് നോൺ സ്പോണ്ടേനിയസ്. ഈ റിയാക്ഷൻ നടക്കില്ല, വെറുതെ നടക്കില്ല. എക്സ്റ്റേണൽ പ്രഷർ ആവശ്യമുണ്ട്, എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കണം. നേരെ മറിച്ച് ഇവിടെ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഈ 40.63 കിലോ ജൂളിനെ മാറ്റാൻ മറന്നാൽ പോലും നിങ്ങളുടെ ഉത്തരം തെറ്റിപ്പോകും. കാര്യം ഇത് വെറും 40 ആയി പോകും. അതിൽ നിന്ന് 32,000 മൈനസ് ചെയ്താൽ ഫുൾ വാല്യൂ നിങ്ങൾക്ക് നെഗറ്റീവ് കിട്ടും. ഇനി ചെറിയ വാല്യൂവിൽ നിന്ന് വലിയ വാല്യൂ ആണ് മൈനസ് ചെയ്യേണ്ടി വരുന്നതെങ്കിൽ ഡെൽറ്റ ജിയുടെ വാല്യൂ നെഗറ്റീവ് വന്നാൽ ദാറ്റ് റിയാക്ഷൻ ഈസ് സ്പോണ്ടേനിയസ്. ഡ്രോ ദി എൻതാൽപ്പി ഡയഗ്രാം ഫോർ എക്സോതെർമിക് ആൻഡ് എൻഡോതെർമിക്. എടാ, ഒരു ആക്സിസിൽ നിങ്ങൾ എന്തെടുക്കുക? എച്ച് എന്നെടുക്കുക, എൻതാൽപ്പി. മറ്റേ ആക്സിസിൽ പ്രോഗ്രഷൻ ഓഫ് റിയാക്ഷൻ എന്നെഴുതുക, പ്രോഗ്രഷൻ ഓഫ് റിയാക്ഷൻ. ഓക്കെ, എന്നിട്ട് റിയാക്റ്റൻ്റ് താഴെയും പ്രൊഡക്റ്റ് മുകളിലും ആക്കിയിട്ട് എഴുതുക. ഇതാണ് റിയാക്റ്റൻ്റ്, എൻതാൽപ്പി ഓഫ് റിയാക്റ്റൻ്റ്, എൻതാൽപ്പി ഓഫ് പ്രൊഡക്റ്റ്. എന്നിട്ട് ഇങ്ങനെ ഒരു ഗ്രാഫ് വരയ്ക്കുക. റിയാക്റ്റൻ്റ് താഴെയും പ്രൊഡക്റ്റ് മുകളിലും ആക്കിയിട്ട് എടുക്കണം. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് എൻഡോതെർമിക് റിയാക്ഷൻ. എൻഡോതെർമിക് റിയാക്ഷൻ. എന്നിട്ട് എന്താ ചെയ്യുക അറിയോ? ഈ റിയാക്റ്റൻറ്റിൻ്റെ ഇങ്ങനെ ഒന്ന് നീട്ടി കൊടുക്കുക. ഈ ഗ്യാപ്പില്ലേടാ, ഈ ഗ്യാപ്പ് ഡെൽറ്റ എച്ച് എന്ന് റെപ്രസെൻ്റ് ചെയ്യുക. ദാറ്റ് ഈസ് പോസിറ്റീവ്. ഇതാണ് എൻഡോതെർമിക്.
എക്സോതെർമിക് ആണെങ്കിൽ ചെറിയൊരു ചേഞ്ചേ ഉള്ളൂ. റിയാക്റ്റൻ്റ് കുറച്ച് മുകളിലും പ്രൊഡക്റ്റ് കുറച്ച് താഴെയാക്കിയിട്ട് എഴുതുക. ഇത് ഗ്രാഫ് ഇങ്ങനെ തന്നെ. എന്നിട്ട് ഈ ഗ്യാപ്പില്ലടാ, ഈ ഗ്യാപ്പ് ദാറ്റ് ഈസ് ഡെൽറ്റ എച്ച്, ദാറ്റ് ഈസ് നെഗറ്റീവ് എന്ന് കൊടുക്കുക. ഇത് റിയാക്റ്റൻ്റ്, ഇത് പ്രൊഡക്റ്റ്, ഇത്രയേ ഉള്ളൂ. എൻഡോതെർമിക്കും അപ്പോൾ ആര് കിട്ടും? എക്സോതെർമിക് കിട്ടും. എൻഡോതെർമിക്കും എക്സോതെർമിക്കും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത് അങ്ങനെയാണ്. എൻതാൽപ്പി ചേഞ്ച് ഓഫ് ദി റിയാക്ഷൻ N2 plus 3H2 to NH3 minus 91.8 കിലോജൂൾ ആണ്. കാൽക്കുലേറ്റ് ദി വാല്യൂ ഓഫ് ഇൻറ്റേർണൽ എനർജി. ഇൻറ്റേർണൽ എനർജിയും എൻതാൽപ്പി ചേഞ്ചും. ഇൻറ്റേർണൽ എനർജി എന്ന് പറഞ്ഞാൽ ഡെൽറ്റയും, എൻതാൽപ്പി ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എച്ച്. ഇവരെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ എന്താ? ഡെൽറ്റ എച്ച് is equal to ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ആർ ടി. ഇതാണ് ഇക്വേഷൻ. ഡെൽറ്റ എച്ച് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 91.8 കിലോ ജൂളാണ്. അപ്പോൾ അതിനെന്തിലേക്ക് മാറ്റണം? ജൂളിലേക്ക് മാറ്റണം. അപ്പോൾ ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ -91.8 ഇൻറ്റു 10⁻³ ജൂളിലേക്ക് മാറ്റി. ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ആർ ടി. എന്താണ് ഈ ഡെൽറ്റ എൻ? കുറേ സ്ഥലത്ത് നമ്മൾ കണ്ടു. പ്രൊഡക്റ്റിൻ്റെ സൈഡിലുള്ള ഗ്യാസിൻ്റെ എണ്ണം മൈനസ് റിയാക്റ്റൻ്റ് സൈഡിലുള്ള ഗ്യാസിൻ്റെ എണ്ണം. ഇതാണ് ഇപ്പോൾ ഈ റിയാക്ഷനിലെ പ്രൊഡക്റ്റ്. അവിടെ ഗ്യാസിൻ്റെ എണ്ണം 2 മൈനസ് റിയാക്റ്റൻ്റ് സൈഡിൽ ടോട്ടൽ 4, സോ -2. സോ ഡെൽറ്റ എൻ -2 ആണ്. ആറിൻ്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട് 8.314 എടുക്കുക. ഇവിടെ എടുക്കേണ്ടത് ഈ വാല്യൂ ആണ്. ടിയുടെ വാല്യൂ എത്രയാണ്? ടെമ്പറേച്ചർ 298 തന്നിട്ടുണ്ട്. കഴിഞ്ഞില്ല മോനെ. ഇനിയിപ്പോൾ ഈ വാല്യൂ നിങ്ങൾ ഇവിടുന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ഇതിനെ നേരെ പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ അതിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് ആകും. ഈ മൈനസ് മൊത്തത്തിൽ മൈനസ് ആകും. അത് ഇങ്ങോട്ട് വരുന്ന സമയത്ത് പ്ലസ് ആകും. അതിൻ്റെ ബാക്കി കാൽക്കുലേഷൻ ചെയ്താൽ ഡെൽറ്റ യു കിട്ടും. ഈ ക്വസ്റ്റ്യനിൽ ഞാനിവിടെ ഉദ്ദേശിച്ചത് ഈ ഇക്വേഷൻ നിങ്ങളെ പഠിപ്പിക്കലാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് പ്രോസസ് ടേക്കിംഗ് പ്ലേസ് വിത്ത് ഇൻക്രീസ് ഇൻ എൻട്രോപ്പി? എടാ, സോളിഡ് ലിക്വിഡ് ആകുമ്പോൾ എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യും. ലിക്വിഡ് ഗ്യാസ് ആകുമ്പോഴും എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യും. ഈ ലിക്വിഡ് ഗ്യാസ് ആകുമ്പോൾ കേട്ടോ, ഈ ഡയറക്ഷനിൽ വരുന്നതിൽ എന്ത് ചെയ്യും? എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യും. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് പോകണമെന്നുണ്ടെങ്കിൽ എൻട്രോപ്പി ഡിക്രീസ് ചെയ്യും. ഫ്രീസിങ് ഓഫ് വാട്ടർ. ഫ്രീസിങ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? വെള്ളം ഐസായി മാറലാണ്. അപ്പോൾ വെള്ളം ലിക്വിഡാണ്, അത് ഐസാവലാണ്. അപ്പോൾ ലിക്വിഡ് സോളിഡ് ആവുമ്പോൾ ഇങ്ങോട്ടല്ലേ വരുന്നത്. അപ്പോൾ അവിടെ എൻട്രോപ്പി ഡിക്രീസാണ് ചെയ്യുക. കളി മനസ്സിലായില്ലേ? കണ്ടൻസേഷൻ ഓഫ് സ്റ്റീം. സ്റ്റീം എന്ന് പറഞ്ഞാൽ നീരാവി കണ്ടൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തായി മാറുക? ലിക്വിഡായി മാറുക. സോ ഗ്യാസ് അവിടെ ലിക്വിഡായി മാറണേ. ഗ്യാസ് ലിക്വിഡായി പറഞ്ഞാൽ ഇങ്ങോട്ടല്ലേടാ, ഇതിൻ്റെ ബാക്കൊക്കെ ബാക്കൊക്കെ വരുമ്പോൾ അവിടെ എൻട്രോപ്പി ഡിക്രീസാണ് ചെയ്യുക. കൂളിംഗ് ഓഫ് ലിക്വിഡ്. ലിക്വിഡിനെ തണുപ്പിക്കുക. ലിക്വിഡ് തണുപ്പിച്ചാൽ സോളിഡ് അല്ലേ ആയി മാറുക? ലിക്വിഡിനെ തണുപ്പിച്ചാലല്ലേടാ സോളിഡ് ആവുക. അപ്പോൾ കൂളിംഗ് നടന്നു കഴിഞ്ഞാൽ ബാക്കൊക്കെയാണ്. അപ്പോൾ അവിടെ ഡിക്രീസാണ് ചെയ്യുക. അവിടെ ഹീറ്റിംഗ് ആയിരുന്നെങ്കിൽ ഫ്രണ്ട് കാണും. അപ്പോൾ ഇൻക്രീസാണ് ചെയ്യുക. ഡിസൊല്യൂഷൻ ഓഫ് സൊല്യൂട്ട്. സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ ആരാ? ഒരു സോളിഡാണല്ലോ സൊല്യൂട്ട്. ഉപ്പ് വെള്ളത്തിലാണ്ട് കലക്കി കഴിഞ്ഞാൽ അത് കലങ്ങിയാണ് പോയി, ലിക്വിഡായി അക്വസായി മാറി. അയാൾ അക്വസായി മാറി. അക്വസായി മാറുക എന്ന് പറഞ്ഞാൽ ഗേഷ്യസ് ഫേസിലേക്ക് എത്തുക. അപ്പോൾ സോളിഡ് ഇങ്ങനെ ഇങ്ങോട്ടാണ് വരണേ. അവിടെ ഇൻക്രീസാണ്. സോ ഓപ്ഷൻ 4. ഡിഫറൻഷിയേറ്റ് സ്റ്റേറ്റ് ഫംഗ്ഷൻ ആൻഡ് പാത്ത് ഫംഗ്ഷൻ. ഗീവ് 1 എക്സാമ്പിൾ ഫോർ ഈച്ച്. നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. ഒരു റിയാക്ഷൻ്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ തന്നിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ആ റിയാക്ഷൻ്റെ എൻതാൽപ്പി ചേഞ്ച് എത്രയാണെന്നാണ് ചോദ്യം. ഒരു റിയാക്ഷൻ്റെ എൻതാൽപ്പി ചേഞ്ച് കാണാനുള്ള ഇക്വേഷൻ ഇതാണ് കേട്ടോ. ഇക്വേഷൻ ഡെൽറ്റ എച്ച് ആർ സിഗ്മ ഓഫ് എൻതാൽപ്പി ഫോർമേഷൻ ഓഫ് പ്രൊഡക്റ്റ് മൈനസ് സിഗ്മ ഓഫ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് റിയാക്റ്റൻ്റ്. സിഗ്മ എന്ന് പറഞ്ഞാൽ സമ്മ്. അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ സൈഡിലുള്ള എല്ലാവരുടെയും എൻതാൽപ്പിയിൽ നിന്ന് റിയാക്റ്റൻറ്റിൻ്റെ സൈഡിലുള്ള എല്ലാവരുടെയും എൻതാൽപ്പി കുറക്കുക. ഇതാണ് മൊത്തം. അപ്പോൾ ഡെൽറ്റ എച്ച് ആർ ഈസ് ഈക്വൽ ടു നോക്കിക്കോട്ടോ. പ്രൊഡക്റ്റിൻ്റെ സൈഡിൽ ആരാ? N2O. അയാളുടേത് എത്ര? N2O 81 അല്ലേ? അപ്പോൾ ബ്രാക്കറ്റിലിട്ടു 81 പ്ലസ് പ്രൊഡക്റ്റിൻ്റെ സൈഡിലുള്ള എല്ലാവരുടെയും കൂട്ടുക. അതിൽ നിന്ന് റിയാക്റ്റൻ സൈഡിലുള്ള എല്ലാവരുടെയും മൈനസ് ചെയ്യുക. 81. പ്രൊഡക്റ്റിൻ്റെ സൈഡിൽ ഇനി ആരാ? കാർബൺ ഡൈ ഓക്സൈഡ്. അതിൻ്റെ എത്ര? -393. പക്ഷേ ആ കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടെ എത്ര ഉണ്ട് മോനെ? 3 ഉണ്ട്. അപ്പോൾ എങ്ങനെ എഴുതണം? 3 ഇൻറ്റു -393 കഴിഞ്ഞു. ഇപ്പോൾ ആര് കഴിഞ്ഞു? ഈ ഭാഗം കഴിഞ്ഞു. പ്രൊഡക്റ്റിൻ്റെ സൈഡിലുള്ള ഫോർമേഷൻ എൻതാൽപ്പികളെല്ലാമായി മൈനസ് ഇട്ടു. റിയാക്റ്റൻ സൈഡിലുള്ള എല്ലാ ഫോർമേഷൻ എൻതാൽപ്പികളുടെയും സം എടുക്കുക. റിയാക്റ്റൻ സൈഡ് ഏതാ? ഇതല്ലേ റിയാക്റ്റൻ സൈഡ്. ഫസ്റ്റ് തരാ N2O4. N2O4ൻ്റെ എത്രയാ? 9.7. അപ്പോൾ അടുത്ത ബ്രാക്കറ്റ് ഇട്ടു 9.7 പ്ലസ് അടുത്ത ആളാരാ? 3 കാർബൺ മോണോക്സൈഡ്. ഇതാണ് 3 കാർബൺ മോണോക്സൈഡ്. ഒരു കാർബൺ ഡൈ ഓക്സൈഡ് -110. 3 ആകുമ്പോൾ 3 ഇൻറ്റു -110 കഴിഞ്ഞു. ഇനി നിങ്ങൾ കാൽക്കുലേറ്റർ എടുക്കുക. ആദ്യം ഇതൊക്കെ ചെയ്യുക, എന്നിട്ട് ഇത് ചെയ്യുക, എന്നിട്ട് 2 മൈനസ് ചെയ്യുക. കാൽക്കുലേറ്ററുമായിട്ടുള്ള ഇടപാടിൽ ദയവ് ചെയ്ത് എൻ്റെ സഹായം പ്രതീക്ഷിക്കരുത്.
ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി എത്ര എന്നാണ് ചോദ്യം. ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി കാണാനാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഡെൽറ്റ ഇസ് ഈക്വൽ ടു Q+W. എടാ, നമുക്ക് ലാഭമുണ്ടാകുന്നതെല്ലാം പോസിറ്റീവും നഷ്ടം ഉണ്ടാകുന്നതെല്ലാം നെഗറ്റീവും ആയിട്ട് എടുക്കുക. അപ്പോൾ Q എന്ന് പറഞ്ഞാൽ ഹീറ്റാണ്, W എന്ന് പറഞ്ഞാൽ വർക്കാണ്. നമ്മൾ സിസ്റ്റമാണ്, നമുക്ക് ലാഭം ഉണ്ടാവണമൊക്കെ പോസിറ്റീവും നഷ്ടം ഉണ്ടാവണമൊക്കെ നെഗറ്റീവായിട്ട് എടുക്കുക. ഇൻ എ പ്രോസസ് 701 ജൂൾ ഹീറ്റ് ഈസ് അബ്സോർബ്ഡ് ബൈ എ സിസ്റ്റം. നമ്മളാണ് സിസ്റ്റം. നമ്മൾ 701 ജൂൾ ഹീറ്റ് ഇങ്ങോട്ട് അബ്സോർബ് ചെയ്തു. അപ്പോൾ നമുക്ക് ലാഭമാണല്ലോ. അപ്പോൾ ഈ 701 ജൂൾ എന്നതിൻ്റെ വാല്യൂ നീ എന്താക്കിയിട്ട് എടുക്കണം? പോസിറ്റീവായിട്ട് എടുക്കണം. ബാക്കി വായിച്ചേ. 394 ജൂൾ വർക്ക് ഈസ് ഡൺ ബൈ ദി സിസ്റ്റം. നമ്മളാണടാ സിസ്റ്റം. നമ്മൾ വർക്ക് ചെയ്തു. നമ്മൾ വർക്ക് ചെയ്യാറുണ്ട് നമുക്ക് നഷ്ടമല്ലേ ഇത്? നമുക്കായിരിക്കാം വർക്ക് ചെയ്യാൻ ഇഷ്ടം. നമ്മൾ വർക്ക് ചെയ്താൽ വർക്ക് ഈസ് ഡൺ ബൈ ദി സിസ്റ്റം. നിങ്ങൾ അതിൻ്റെ ഒരു മാനസികമായ വികാരം ചിന്തിച്ചാൽ മതി. വർക്ക് ചെയ്ത് നമുക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ആ വർക്ക് ഈസ് ഡൺ ബൈ ദി സിസ്റ്റം നെഗറ്റീവായിട്ടാണ് എടുക്കേണ്ടത്. വർക്ക് ഈസ് ഈക്വൽ ടു -394 എന്നാണ് എടുക്കേണ്ടത്. മൈനസ് എടുക്കണം. ഓക്കെ, ഇത് രണ്ടും ഇവിടെ കൂട്ടി കൊടുത്താൽ മതി. സോ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു +701 - 394. കാൽക്കുലേറ്ററിൽ ഞെക്കുക. പരിപാടി കഴിഞ്ഞു. സ്റ്റേറ്റ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഫസ്റ്റ് ലോ ഞാൻ പറഞ്ഞില്ലേടാ. സെക്കൻഡ് ലോ എന്താണെന്ന് പഠിച്ചോ. സെക്കൻഡ് ലോ, എൻട്രോപ്പി ഓഫ് ദിസ് യൂണിവേഴ്സ് ഈസ് സ്റ്റിൽ ഇൻക്രീസിങ് എന്നതാണ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഈ യൂണിവേഴ്സ് ഇല്ലേ, യൂണിവേഴ്സ് അല്ലെങ്കിൽ ഒരു സ്പോണ്ടേനിയസ് റിയാക്ഷൻ, അങ്ങനെ എഴുതണേ, സ്പോണ്ടേനിയസ് റിയാക്ഷൻ. അപ്പോൾ ഒരു സ്പോണ്ടേനിയസ് റിയാക്ഷൻ്റെ സമയത്ത് എൻട്രോപ്പി ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് എന്നതാണ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അതിനെ തന്നെ എൻട്രോപ്പി ഓഫ് ദി യൂണിവേഴ്സ് ഈസ് ഇൻക്രീസിങ് എന്നും നമുക്ക് പറയാം, അല്ലെങ്കിൽ എൻട്രോപ്പി ഡ്യൂറിങ് എ സ്പോണ്ടേനിയസ് റിയാക്ഷൻ ഇൻക്രീസിങ് എന്നും പറയാം. രണ്ടും എഴുതണേ. ഇനി സെക്കൻഡ് ലോ പറഞ്ഞ സ്ഥിതിക്ക് തേർഡ് ലോ പറയാതിരിക്കണ്ട. തേർഡ് ലോ എന്താ അറിയോ? അറ്റ് ആബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ. ആബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞൊരു ടെമ്പറേച്ചർ ഉണ്ട്. ആരാ അറിയോ? 0 കെൽവിൻ. 0 കെൽവിൻ ടെമ്പറേച്ചറാണ് അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ. അപ്പോൾ എൻട്രോപ്പി ഓഫ് ഓൾ സബ്സ്റ്റൻസ് 0. എല്ലാ സബ്സ്റ്റൻസിൻ്റെയും എൻട്രോപ്പി 0 ആയിരിക്കും എന്ന നിയമമാണ് തേർഡ് ലോ. അതും അറിയാത്തവർ നോട്ട് ചെയ്യുക. ഡിഫൈൻ ഗിബ്സ് എനർജി. എന്താണ് ഗിബ്സ് എനർജി? എൻ്റെ കയ്യിൽ ഒരു 100 ജൂൾ എനർജി ഉണ്ടെന്ന് വിചാരിച്ചു. അതിൽ നിന്ന് ഒരു 30 ജൂൾ എനർജി ഞാൻ വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ ടോട്ടൽ ഉള്ളത് എത്രയാണ്? 100. അതിൽ നിന്നൊരു വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത് എത്രയാണ്? 30. ഈ 30ൻ്റെ പേരാണ് ഗിബ്സ് എനർജി. ടോട്ടൽ എമൗണ്ട് ഓഫ് അവൈലബിൾ എനർജി ദാറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു എ യൂസ്ഫുൾ വർക്ക്. എഴുതി വെച്ചോ. ടോട്ടൽ എമൗണ്ട് ഓഫ് അവൈലബിൾ എനർജി ദാറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു എ യൂസ്ഫുൾ വർക്ക്. ഒരു യൂസ്ഫുൾ വർക്ക് ചെയ്യാൻ അവൈലബിൾ ആയ എനർജിയുടെ പേരാണ് ഗിബ്സ് എനർജി. ആ ഗിബ്സ് എനർജി കാണാനുള്ള ഇക്വേഷനാണ് ഞാൻ നേരത്തെ പഠിപ്പിച്ചത്. ΔG = ΔH - T ΔS. താങ്ക് യു.